ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ ഒരു ആന്തൂറിയം റീപോട്ടിംഗ് ആണ് ട്ടോ കാണിക്കുന്നത്. ഞാൻ ആദ്യം ഈ ആന്തൂറിയം നട്ടത് ഈ ഒരു പോട്ടിലായിരുന്നു. അപ്പം ഇതിന് ഒരൊറ്റ ഹോളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് വെള്ളം കൊണ്ട് നന്നായി വാർന്നു പോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് കുറച്ച് വെള്ളമൊക്കെ നല്ലോണം വാർന്നു പോകുന്ന ഒരു പോട്ടിലേക്ക് നടാന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പോട്ടാണ് ഈ കറുത്ത പോട്ട്. ഇതിനൊരു 4 ഹോളുണ്ട് ട്ടോ. അതുകൊണ്ട് നല്ലോണം വെള്ളം വാർന്നു പോവുകയും ചെയ്യും, കെട്ടിക്കിടക്കുകയില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചിരട്ടകളാണ് അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഒരു 4 ചിരട്ട വെച്ചിരുന്നു. ഇതൊരു 8 ഇഞ്ചിൻ്റെ പോട്ടാണ് ട്ടോ. അപ്പം 4 ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചേരി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തേങ്ങാനാരെന്ന് പറയും. ഇത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ട്ടോ. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമുക്ക് നമ്മുടെ ചെടി വെച്ച് കൊടുക്കാം. നോർമലി ആന്തൂറിയം ചെടികൾക്ക് വേരുകൾ നല്ല വലുതായിട്ട് വളരും. അപ്പം അവർക്ക് ഇങ്ങനെ നമ്മൾ ഈ സെറ്റപ്പ് ചെയ്യുമ്പം അവർക്ക് വേരുകൾ നന്നായി വളരാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടും. മണ്ണിന്ന് ചിലപ്പം ഒരു വീർപ്പുമുട്ടലൊക്കെ തോന്നും. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം വേരുകൾ നന്നായി വളരാനുള്ള സ്പേസും കിട്ടും. കൂടാതെ നമ്മുടെ ചേരിയും ചിരട്ടയും ഒക്കെ അതിനൊരു വളമായി മാറും ഭാവിയിൽ. അപ്പം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ആദ്യം ഞാൻ ഫുള്ള് മണ്ണ് മാത്രമായിരുന്നു ഇട്ടിരുന്നത്. മണ്ണും ചാണകപ്പൊടിയുള്ള മിശ്രിതമായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പം ഞാൻ മണ്ണും ചാണകപ്പൊടിയും പെർലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പെർലൈറ്റ് നമുക്ക് വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഔഷധങ്ങളും ഗുണങ്ങളും ഒന്നും കൊടുക്കില്ല, പക്ഷേ വെള്ളം അങ്ങോട്ട് വാർന്നു പോകും. അതിനാണ് നമ്മൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നത്. മണ്ണിനൊന്ന് ലൂസാക്കാൻ വേണ്ടിയാണ് നമ്മൾ പെർലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇപ്രാവശ്യം നല്ലൊരു വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വളർന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് വളർന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു അപ്ഡേറ്റ് ഇടുന്നതാണ് കേട്ടോ. താങ്ക് യു.